പറഞ്ഞ ഒന്നും കുർത്തുബി കണ്ടില്ലെന്നാ തോന്നുന്നത്, കാരത്തൂര് വരാത്തോണ്ടായിരിക്കും. കുർത്തുബി ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം കുർത്തുബിയാണ് പറയുന്നത്. നിങ്ങൾ എപ്പോഴും പറയുന്ന കുർത്തുബി, നിങ്ങൾക്ക് ഒരു കാസാനി മാത്രമല്ലോ ഇതിൽ പറയാനുള്ളതെന്ന് നമുക്കറിയാം. قال علماؤنا ولهذا قلنا لا يجوز منع المرأة من الحج ولا تمنع أيضا من الصلاة في المسجد ولا تمنع أيضا من الصلاة في المسجد. മസ്ജിദ് പള്ളിയിൽ നിങ്ങളെ സ്ത്രീകൾ പോകുന്നതിന് തടയരുതെന്നതാ കുർത്തുബി ഇമാം ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതിന്റെ അർത്ഥം പറയുന്നു, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നുകൂടി എന്താണ് ഇപ്പം പറഞ്ഞത്? ഞങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞു. അത് പറഞ്ഞാല് മുജാഹിദ് എന്നല്ല, കുർത്തുബിന്റെ കാലത്ത് ആ സംഘടന രൂപീകരിച്ചില്ല. നമ്മൾ പറയുന്നു ലാ യജൂസു മൻഉൽ മർഅത്തി, പെണ്ണിനെ തടയലിന് ജായിസാകൂല മിനൽ ഹജ്ജി, ഹജ്ജിൽ നിന്നും വലാ തുംനഉ, അവളെ തടയപ്പെടരുത് അയിലും വീണ്ടും മിനസ്സലാത്തി, നിസ്കാരത്തിൽ നിന്ന്. ഇനി പ്രാർത്ഥന ദിക്റൊന്നും അർത്ഥം വെക്കണ്ട. മിനസ്സലാത്തി ഫിൽ മസ്ജിദി, പള്ളിയിൽ നിസ്കരിക്കുന്നതിനെ തൊട്ട്. അതിന്റെ ബാക്കിയൊന്ന് വായിച്ചാണ്. അത്രയും വായിച്ചതിന് മറുപടികൾ പറയുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വായിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം വെക്കി അല്ലാഹു ഇല്ല, ആരാധന ഇല്ല എന്ന് പറഞ്ഞ് മാത്രം ഒതുക്കിയാൽ സർവ്വ മുസ്ലിമീകളെ നിരീക്ഷണമാക്കാം. കുർത്തുബിയിലുണ്ടോ ഇല്ലേ ചോദ്യം? കുർത്തുബിയിൽ ഉണ്ട്. അതിന്റെ ശേഷമുള്ളത് കൂടി വായിക്കൂ. ഇതാ ഞാൻ പറയുന്നത്. കുർത്തുബിയിൽ അത്ര പറഞ്ഞുള്ളൂ. നമ്മൾ കുർത്തുബി കാണാറ്റൊന്നല്ല, കുർത്തുബിയിൽ അത്ര പറഞ്ഞത്. കുർത്തുബി അത്ര അല്ല പറഞ്ഞത്. നിങ്ങൾ കുർത്തുബി കണ്ടിട്ടില്ല. കുർത്തുബിന്റെ അവിടെ കുർത്തുബി നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ വായിക്കുന്നത് ആ പുസ്തകം ഏതാ നോക്കാം. ഇബ്രാഹിം സക്കറിയ പുസ്തകം നോക്കുകയാണെങ്കിൽ അത് അബ്ദുസ്സലാം സുല്ലമിയുടെ പുസ്തകമായിരിക്കും. കണ്ടോ അബ്ദുസ്സലാം സുല്ലമിയുടെ സ്ത്രീകളും ജുമുഅ ജമാഅത്തും എന്ന പുസ്തകമാണത്. പകുതി കട്ടിരിക്കുന്നു. കുർത്തുബിയാണിത്. ഇത് സാധാരണ ഞങ്ങളുടെ മുമ്പിൽ വിലപ്പോവില്ല. കുർത്തുബിത എന്റെ കയ്യിൽ മറുപടി ഞാൻ പറയുന്നു. കുർത്തുബിയിൽ അതിന് ശേഷം ബാക്കി കൂടിയുണ്ട്. അതല്ലേ കുർത്തുബിയിൽ കാണാം. അത് ശരി. ഇത് ഞങ്ങൾക്ക് ആദ്യ അനുഭവമല്ല. ഇത് ഞങ്ങൾ പലപ്പോഴും കണ്ടതാ. കുർത്തുബിയില പള്ളിയെ സ്ത്രീകൾക്ക് വിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇമാം ഖുർത്തുബി അതിനുശേഷം എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതിയ ഭാഗം ബോധപൂർവം അബ്ദുസ്സലാം സുല്ലമി എന്ന മുജാഹിദ് പണ്ഡിതൻ ബോധപൂർവം അതിൽ നിന്ന് എടുത്തു മാറ്റിയതാണത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇമാം ഖുർത്തുബി എന്താണ് പറയുന്നത്? വലാ തുംനഉ അയ്ളൻ മിനസ്സലാത്തി, സ്ത്രീയെ വിലങ്ങാൻ പാടില്ല. മിനസ്സലാത്തി ഫിൽ മസാജിദി, പള്ളികളിലുള്ള നിസ്കാരത്തെ തൊട്ട് വിലങ്ങാൻ പാടില്ല. എപ്പോൾ? അത് ഇമാം ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണത്? മാലം യുഖഫ് അലൈഹൽ ഫിത്ന, ചീത്തയില്ലാതിരിക്കുമ്പോ. ചീത്തയില്ലെങ്കിലാണ് സ്ത്രീകളെ വിലങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞത്. സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുമ്പോ ഫിത്ന ഇല്ലെങ്കിലാണ് വിലങ്ങരുത് എന്ന് പറഞ്ഞത്. അത് ഇമാം ഖുർത്തുബി പറഞ്ഞത് അബ്ദുസ്സലാം സുല്ലമി ബോധപൂർവം കത്തിവച്ചിരിക്കുകയാണ്. എന്നിട്ട് അബ്ദുസ്സലാം സുല്ലമിയുടെ പുസ്തകം അണ്ണാക്ക് തൊടാതെ വിടുങ്ങുന്ന ആളുകൾ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ആകെ ഖുർത്തുബിയിൽ അതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വിവരമുള്ളവരുടെ മുമ്പിൽ അത് വിലപ്പോവുകയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇമാം ഖുർത്തുബി പറയുന്നത് എന്താണ്? ഫിത്ന ഉണ്ടെങ്കിൽ പറ്റില്ല എന്നാണ്. മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി രേഖപ്പെടുത്തി തന്റെ ഫതാവൽ കുബറയുടെ 1-ാമത്തെ വാല്യം 204-ാമത്തെ പേജിൽ പറഞ്ഞു, അൽ ആന മുഹഖഖത്തുൻ അൽ ഫിത്നതു അൽ ആന മുഹഖഖ, ഫിത്ന ഇക്കാലത്ത് സുദൃഢമാണ്, ഉറപ്പാണ്. അതുകൊണ്ട് പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല. ഫസ്സവാബു അൽ ജസ്മു ബിത്തഹ്രീം,
അതുകൊണ്ട് ശരിയായ അഭിപ്രായം പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോവൽ ഹറാമാണ് എന്ന ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ എന്ന് ഇമാം ഇബ്നു ഹജർ ഹൈതമി തന്റെ അൽ ഫതാവൽ കുബറയുടെ 1-ാമത്തെ വാല്യം 104-ാമത്തെ പേജിൽ 204-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് കാണാൻ കഴിയും. ആ ഭാഗം അങ്ങ് വെട്ടിമാറ്റിയിട്ട് നമുക്ക് സൗകര്യമുള്ളത് മാത്രം എഴുതി ചേർക്കുക. എന്നിട്ട് പാവപ്പെട്ട സാധുക്കളായ ആളുകൾ മുജാഹിദുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി കിതാബിൽ നിന്ന് ഇല്ലാത്തത് ഉള്ളത് വെട്ടിമാറ്റി ഇല്ലാത്തത് തിരികെ കയറ്റുന്ന മഹാപാതകമാണ് സർവ മുജാഹിദ് മൗലവിമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം ഒക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ പുസ്തകം എന്നല്ല, ഞങ്ങളുടെ കയ്യിൽ അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകവും ഉണ്ട്. ഒറ്റ പുസ്തകം മാത്രമല്ല, അദ്ദേഹം രചിച്ച അദ്ദേഹത്തിന്റെ രചിച്ച എല്ലാ പുസ്തകങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ഇതൊക്കെ പണ്ട് പഠിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അദ്ദേഹത്തെ കുറിച്ച് അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും ഓർക്കണം. അതുകൊണ്ട് നമ്മുടെ പരിപാടി സമയം അതിക്രമിച്ചതുകൊണ്ട് വളരെ വൈകിയതുകൊണ്ട് നമ്മുടെ പ്രവർത്തകർ ശ്രോതാക്കളെല്ലാവരും അടങ്ങിയിരിക്കണം. യാതൊരു പ്രശ്നമില്ല. അത് ചില ആളുകൾക്ക് മറുപടി കേൾക്കുമ്പോൾ ആരാണ് ഒന്നും സംഭവിക്കൂല. ഇതൊക്കെ ഇങ്ങനെ ഞങ്ങൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 200 മുഖാമുഖത്തിൽ അധികം നടത്താൻ അള്ളാഹു ഭാഗ്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ സാധാരണ ഉണ്ടാകുന്നതാണ്, ഒന്നുമില്ല. ചില ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകും, ചില മുജാഹിദുകൾക്ക് അത് കേൾക്കുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാകും, പ്രവർത്തകർക്ക് അത് കേൾക്കുമ്പോൾ ആവേശം ഉണ്ടാകും. അതൊക്കെ അല്പം കഴിഞ്ഞാൽ തണുക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിലാരും വിഷമിക്കേണ്ടതില്ല. നമ്മുടെ ഈ വൈജ്ഞാനികമായ പരിപാടി ശ്രദ്ധേയമാക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. നമ്മുടെ നിയമപാലകരുടെ അവരുടെ ഉറപ്പ് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം പരിപൂർണമായി നാം പാലിക്കണം. അതുകൊണ്ട് 1-2 ചോദ്യങ്ങൾക്ക് കൂടി മാത്രം സമയം അനുവദിക്കുന്നു. അത് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ അവർ നമ്മെ അനുവദിക്കുകയില്ല എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട 1-2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.